ഞാൻ ദൈവത്തെ ഓർക്കുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വാക്യം, എല്ലാവരും കാണാതെ പറയുന്ന, എല്ലാവരും പ്രാർത്ഥനാ വാചകത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 11:28. ആരെങ്കിലും ഒന്ന് വായിക്കണമേ. കാണാതെ അറിയാവുന്ന വാക്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരുമായുള്ളവരെ ഭാരം എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് come to me all who are weary and heavy laden and I will give you rest. മറ്റൊരു ഭാഷാന്തരത്തിൽ ഇരിക്കുന്ന ഓവർ ബർഡൻഡ്, ഭാരം ചുമക്കുന്നവർ. വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ക്ഷീണിച്ച, തളർന്ന. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് വിളിക്കുന്നത്, നിങ്ങൾ എന്റെ അരികിലേക്ക് വരുവീൻ. ഭാരം അനുഭവിക്കുന്നവരെ കർത്താവ് വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ അരികിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളുടെ ഭാരം മാറ്റിത്തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ഭാരം മാറ്റി, നിങ്ങളുടെ ബേർഡൻ മാറ്റി, ഭാരം മാറ്റി നിങ്ങളെ ഫ്രീ ആക്കി ഞാൻ വിടാം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. കർത്താവ് വിളിക്കുന്നത് ഭാരം ചുമക്കുന്നവരെയാണ്. അവരെ അടുക്കൽ വിളിച്ചിട്ട് അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് സന്ധ്യാസമയം ഒരു വലിയ പ്രസംഗം പ്രസംഗിപ്പാൻ, ഒരു ഉണർവ് പ്രസംഗം പ്രസംഗിപ്പാൻ അല്ല ഞങ്ങളുടെ മധ്യയായിരിക്കുന്നത്. കർത്താവ് ഈ ഭാഗത്തു നിന്ന് എനിക്ക് തന്ന അതിന്റെ ചിന്തകൾ മാത്രം നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അവരെ വിളിച്ച് നിങ്ങൾ എന്റെ അരികിലേക്ക് വരുവീൻ. ഭാരം ചുമക്കുന്നവരോട് കർത്താവ് പറഞ്ഞ നിങ്ങൾ എന്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള ഒരു വാക്തത്വം കൂടെ ഓർക്കുക. എന്ന് വെച്ചാൽ ഭാരം ചുമക്കുന്നവർ ഇങ്ങോട്ട് മാത്രം ചുമന്നാൽ മതി. കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ മാത്രം ഭാരം ചുമന്നാൽ മതി. നിങ്ങൾ തിരികെ ഭാരവുമായി പോകേണ്ട, ആശ്വാസത്തോടെ വളരാം. യേശു ആരുടെ ജീവിതത്തിൽ ഭാരം കെട്ടിവെക്കുന്ന ഒരു വ്യക്തിയല്ല, ഭാരം മാറ്റുന്നതാണ്. ഇന്ന് രാത്രി ദൈവത്തിൽ ഈ സന്ധ്യാസമയം ദൈവത്തിന് കടന്നു വന്നവർക്ക് അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയുന്ന അനേക പ്രിയപ്പെട്ടതിന്റെ മധ്യയുണ്ട്. കർത്താവിന്റെ അരികിലേക്ക് കഴിഞ്ഞ നാളുകളിൽ ഭാരങ്ങളുമായി, വേദനകളുമായി, ഒരു തളർന്ന ഹൃദയവുമായി കടന്നു ചെന്നിട്ട് ഒരാശ്വാസത്തോടെ മടങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഇന്ന് സന്ധ്യാസമയത്തെ കേൾക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കഫർന്നഹൂമിലെ ഒരു ഭവനത്തില് 4 പേര് പക്ഷപാത രോഗം ബാധിച്ച ഒരു വ്യക്തിയെ കട്ടിലിൽ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് പോവുകയാണ്. വാസ്തവത്തിൽ അവനൊരു വലിയ ഭാരം ചുമന്നുകൊണ്ടാണ് പോകുന്നത്. കാരണം ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് മാത്രമല്ല, അവനതിന്റെ കട്ടിലിൽ ചുമന്നുകൊണ്ട് 4 പേര് അങ്ങനെ ചുമന്നുകൊണ്ട് അവിടേക്ക് പോയപ്പോൾ സംഭവം നമുക്കറിയാം. അവിടെ കടന്നു ചെന്നപ്പോൾ ആ ഭവനത്തിലേക്ക് കടക്കുവാൻ കഴിയാത്ത രീതിയിൽ വലിയ പുരുഷാരം ഭവനത്തിന് ചുറ്റുമാണ്. യാതൊരു കാരണവശാലും ഈ വ്യക്തിയെ, പക്ഷപാത രോഗം പിടിച്ച ഈ വ്യക്തിയെ ആ ഭവനത്തിന് അരികിലേക്ക് അല്ലെങ്കിൽ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ആ ഭവനത്തിന് ചുറ്റും വലിയ പുരുഷാരം നിൽക്കുകയാണ്. അകത്ത് കടക്കുവാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നാം ആയിരുന്നുവെങ്കിൽ ഒരു ഭവനത്തിന് ചുറ്റും കർത്താവ് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട്, ഒരു കട്ടിലിൽ ചുമന്നുകൊണ്ട് 4 പേർ വരുമ്പോൾ അല്പം വഴി മാറിക്കൊടുത്തേനെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മിൽ പലരും, ഇവിടെ ഇരിക്കുന്ന പലരും ഒരു പക്ഷേ ചെയ്തില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കഫർന്നഹൂമിലെ ആ ഭവനത്തിലുണ്ടായിരുന്നവരാരും അത് ശ്രദ്ധിച്ചതേ ഇല്ല. ഇങ്ങനെ പക്ഷപാത രോഗിയെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് കട്ടിലിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ അവരെ ആരും ഗൗനിക്കാതിരുന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതത്ര എളുപ്പമല്ല. ഈ പുരുഷാരത്തിന്റെ ഇടയിലേക്ക്, കർത്താവിന്റെ അരിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി യാതൊരു സാധ്യതയുമില്ല എന്ന് മനസ്സിലാക്കിയ ആ വ്യക്തികൾ, നമുക്കറിയാം, പെട്ടെന്ന് ഈ കിടക്കയുമായി അല്ലെങ്കിൽ ഈ കട്ടിലുമായി വീടിന് മുകളിലേക്ക് കയറി. വാസ്തവത്തിൽ ആത്മഭാരമുള്ളവരായിരുന്നു അവർ. ഒരു ആത്മാവിന്റെ വില, അവൻ രക്ഷ പ്രാപിച്ചാൽ അത് വലുതാണെന്ന് വാസ്തവമായി അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയ വ്യക്തി എന്ത് ത്യാഗവും സഹിച്ച് എങ്ങനെയെങ്കിലും യേശുവിന്റെ അരികിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു. പെട്ടെന്ന് അവർ കയറി, വീടിന് മുകളിലേക്ക് കയറി മേൽപ്പുര പൊളിച്ചു.
ഈ സംഭവം നമുക്കെല്ലാം കുഞ്ഞുങ്ങൾക്ക് പോലും സൺഡേ സ്കൂളിൽ പോലും അറിയാവുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയല്ല. എന്നാൽ മേൽപ്പുര പൊളിച്ചത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ആ ഭവനത്തിന്റെ മേൽപ്പുര പൊളിച്ചപ്പോൾ അതൊരല്പമല്ല പൊളിച്ചത്. കാരണം 6 അടി നീളമുള്ള ഒരു കട്ടിൽ, അത് ഇങ്ങനെ അത് കട്ടില എനിക്ക് ചിന്തിക്കുകയാണ്, അതിങ്ങനെ ഇറക്കാൻ പറ്റുകയില്ല. അതിങ്ങനെ തന്നെ ഇറക്കാം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 6 അടി നീളത്തിൽ ഒരു 2.5 അടി, 2 അടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വീതിയിൽ അത് മേൽപ്പുര കട്ട് ചെയ്യണമെങ്കിൽ ഏറെക്കുറെ ആ മേൽപ്പുര, ആ ഭവനത്തിന്റെ മുകൾ ഭാഗം ഏറെക്കുറെ മുഴുവനും അവര് പൊളിച്ചു മാറ്റി. ഞാനിങ്ങനെ ഓർക്കുന്നത്, ആ ഭവനത്തിലെ ഉള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടുകാരൻ എത്ര നല്ലവനാണ്. അദ്ദേഹം ചിന്തിച്ചതിന്റെ വീട് പോയാലും സാരമില്ല, ഒരുവൻ രക്ഷപ്പെടുന്നെങ്കിൽ അത് എത്ര നല്ലതാണ്. ഏത് സത്യാസമയം ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മഭാരമുള്ളവർ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കട്ടെ. ആത്മഭാരമുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കുമെന്നുള്ള ആത്മഭാരത്തോടെ, ആത്മാവിന്റെ ഭാരത്തോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കുന്നത് എത്ര നല്ലതാണ്. അവരുടെ 5 പേരുടെയും ആവശ്യം രോഗശാന്തിയായി. ഈ കട്ടിലിൽ കിടന്നു വന്ന ആളും ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. ചുമന്നുകൊണ്ട് വന്ന 4 പേരും അവരും ആഗ്രഹിച്ചത് ഇവനൊരു രോഗശാന്തി, അവൻ അത്ഭുത വിടുതൽ ലഭിക്കണം. എന്നാൽ യേശു ആദ്യം കൊടുത്തത് രോഗശാന്തി ആയിരുന്നില്ല, പാപശാന്തിയായിരുന്നു. ഞാൻ ഓർമ്മിക്കാം, രോഗശാന്തി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പാപശാന്തി മാത്രമേ ഒരു വ്യക്തിയെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിനെ ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാറ്റിനേക്കാളും നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും അതിനേക്കാൾ ഉപരിയായി നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരാത്മാവിന്റെ വില സർവ്വ ലോകത്തെക്കാളും വിലയേറിയതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ നിശ്ചയം അതിന് കൊണ്ടേയെങ്കിൽ നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. യേശു അവനോട് പെട്ടെന്ന് പറഞ്ഞു, അവൻ രോഗം സൗഖ്യം അവനോട് പറഞ്ഞു, അവന്റെ പാപത്തെ മാറ്റിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ് കിടക്ക എടുത്തുകൊണ്ട് നീ പോകുവാൻ പറഞ്ഞു. എന്ത് കിടക്ക എടുത്തുകൊണ്ട് നീ പോവുക, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, കിടക്ക എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പാപശാന്തി മാത്രമല്ല, പാപശാന്തിക്കകത്ത് രോഗശാന്തിയുണ്ട്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കാം, നിന്റെ പാപം മോചിക്കപ്പെട്ടു എങ്കിൽ, ഇന്ന് സന്ധ്യാസമയം കേൾക്കുന്ന സഹോദര, നിന്റെ പാപം മോചിക്കപ്പെട്ടു എങ്കിൽ പാപമോചനത്തിനുള്ളിൽ രോഗത്തിന്റെ വിടുതലുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എന്തുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ രോഗത്തിന് പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ഇന്ന് സന്ധ്യാസമയം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പാപശാന്തി നിനക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിനുള്ളിൽ തന്നെ രോഗശാന്തി ഉണ്ടെന്ന് ഞാൻ വളരെ വ്യക്തമായി ഓർപ്പിക്കാം. എല്ലാ രോഗവും പാപം കൊണ്ടാണ് എന്നല്ല ഞാൻ പറയുന്നത്. ബൈബിളിൽ തന്നെ പല തെളിവുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് അവനോട് പറഞ്ഞു, കിടക്കയെടുത്തോട്ട് നടക്കുക. വാസ്തവത്തിൽ ഇത്രയും നാൾ രോഗിയായി, ദീർഘനാളുകളെ രോഗിയായി കിടന്നൊരു വ്യക്തി രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചപ്പോൾ ഉടൻ കർത്താവ് പറയുകയാണ്, നീ ഇനി കിടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡെടുത്തോണ്ട് കട്ടിലെടുത്തോണ്ട് പൊയ്ക്കോളാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ വ്യക്തിയോട് പറഞ്ഞ് കട്ടിലവിടെ വെച്ചിട്ട് പോകാൻ കഴിയില്ല, കട്ടിലെടുത്തോണ്ട് പോകും. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? നമുക്കറിയാം, നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരാരെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ചില നാളുകളായി ശാരീരികമായി സൗഖ്യമില്ലാത്ത പ്രയാസത്തിലായി എന്താ വിടുതൽ ലഭിച്ച് സൗഖ്യം പ്രാപിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാസ്ക് പോലും അവർ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വേണ്ട നിങ്ങൾ ഫ്ലാസ്ക് പിടിക്കണ്ട എന്ന് പറയും. നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ വ്യക്തിയോട് പറയുകയാണ്, നീ കട്ടിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കിടക്കി എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞത് അത് ശരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 4 പേർ കർത്താവിന്റെ അരികിലേക്ക് വന്നത് ഭാരം ചുമന്നുകൊണ്ടാണ്. കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അരികിലേക്ക് വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞാൻ നിങ്ങളെ ഫ്രീയോടെ നിങ്ങളെ പറഞ്ഞയക്കുവാൻ പോവുകയാണ്, ആശ്വാസത്തോടെ നിങ്ങളെ പറഞ്ഞയക്കുവാൻ പോവുകയാണ്. ആ വാഗ്ദത്തം വാസ്തവമായി അവരുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഭാരം ചുമന്നുകൊണ്ട് കിടക്കയെടുത്തുകൊണ്ട് വന്നവരെ അവരുടെ മുമ്പിൽ യേശുവിന്റെ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഈ വ്യക്തി കിടക്കയെടുത്തേ മതിയാവും. മാത്രമല്ല
ഈ വ്യക്തി കിടക്ക എടുത്തുകൊണ്ട് പോകുന്നത് ഒരു വലിയ സാക്ഷ്യമാണ്, ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം ഞാൻ പറയാം, അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടത് ഒരു നാട്ടുകാർ മുഴുവനും കണ്ടു. ഒരിക്കലും നടക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി ഇങ്ങനെ കിടക്കയിൽ അഭയം പ്രാപിച്ച, ദീർഘനാളുകളായിട്ട് അഭയം പ്രാപിച്ച ഒരു വ്യക്തി പോകുന്ന കാഴ്ച കണ്ട പലരും ദൈവപ്രവൃത്തി കണ്ട് ദൈവത്തെ ബോധപ്പെടുത്തുക. ഇവൻ കിടക്ക എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. ഞാനൊരു കാര്യം പറയാം, യേശു ലോകശാന്തി മാത്രമല്ല തരുന്നത്, നിനക്ക് ആരോഗ്യവും തന്ന് നടത്തുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഒരു കാര്യം ദൈവം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ലോകശാന്തി മാത്രമല്ല, നിന്റെ രോഗത്തെ മാറ്റുക മാത്രമല്ല, അതിനപ്പുറമായി ആരോഗ്യം തന്ന് ബലം തന്ന് വിടുതലോടെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ രോഗത്തിന് മതിയായവനാണ് എന്റെ കർത്താവ്, പാപത്തിന് മതിയായവനാണ്, മാത്രമല്ല ആരോഗ്യം തന്ന് നമ്മെ നടത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഖനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് പറഞ്ഞ് കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൽപ്പാത്രങ്ങളിൽ വെള്ളം വക്കോളം നിറച്ചു. അത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കുവാൻ പറഞ്ഞ് വിരുന്നുവാഴി അത് കൊടുത്ത് കിട്ടി, ലഭിച്ച് അത് രുചിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഇത്രയും നല്ല ഒരു വീഞ്ഞ് അതെവിടെ വെച്ചിരിക്കുകയായിരുന്നു, ഇത്രയും നല്ലൊരു വീഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നോ എന്ന് സംശയത്തോടെ ചോദിച്ചു. അത്ര നല്ല വീഞ്ഞ് എപ്പോഴാണ് ആ വെള്ളം വീഞ്ഞായെന്ന് ഞാൻ പറയാം. സൃഷ്ടാവായ യേശു പച്ചവെള്ളത്തെ നോക്കിയപ്പോൾ അതിന്റെ നിറം മാറി, അതിന്റെ രുചി മാറി, അതിന്റെ അവസ്ഥ മാറിയെങ്കിൽ ഇന്ന് സന്ധ്യാസമയം അതേ സൃഷ്ടാവിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാം, യേശുവിന്റെ ഒരു നോട്ടത്തിന് മുമ്പിൽ ഇന്ന് സന്ധ്യാസമയം നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറുവാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? യേശു നിന്നെ ഒന്ന് നോക്കിയ, യേശുവിന്റെ ദൃഷ്ടി നിന്റെ ഭവനത്തിൽ വന്ന, യേശുവിന്റെ ദൃഷ്ടി നിന്റെ തലമുറകളിൽ മേൽ വന്ന ഇന്ന് സന്ധ്യാസമയം വ്യക്തമായി ഞാൻ ഓർമ്മിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ്, ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ്. എത്ര പേർ ആത്മാവിനെ ഏറ്റെടുക്കുവാൻ കഴിയോ? നമ്മുടെ അവസ്ഥ തന്നെ മാറ്റുവാൻ എന്റെ കർത്താവ് ഇന്ന് സന്ധ്യാസമയം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നീ ഒരു ആൾ മാറിയവനെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞ നീ ഒരു ആൾ മാറിയവനായി പോകുവാൻ പോവുകയാണ്. യേശു നിന്നെ ഒന്ന് തൊട്ടാൽ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യേശുവിന്റെ ഒരു സ്പർശനമേറ്റാൽ അതിന് എത്ര വലുതാണ്. യേശുവിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരു ബൈക്ക് ആക്സിഡന്റില് ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഏക മകനാണ്, ഒരു മാതാവിന്റെ ഒരു അമ്മയുടെ ഏക മകൻ ബൈക്ക് ആക്സിഡന്റില് മരണത്തോടെ ഏറ്റവും അടുത്ത ഒരു നിമിഷത്തിലെത്തി. ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി മരിക്കുവാൻ തുടങ്ങിയാണ്. മരണത്തോളം ഏറെക്കുറെ അടുത്ത ആ പ്രിയപ്പെട്ടവൻ ആ ഹോസ്പിറ്റലില് അനേക ഡോക്ടേഴ്സ് ചുറ്റും നിൽക്കുമ്പോൾ ഏത് നിമിഷവും തന്റെ ജീവനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള ആ നിമിഷത്തിൽ ആ പ്രിയ മാതാവ് തകർന്ന ഹൃദയത്തോടെ തന്റെ ഏക മകനെ ഒരു നോക്കുകൂടെ കാണുവാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു. ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പെട്ടെന്ന് തടഞ്ഞു. അമ്മയോട് പറഞ്ഞു, ഒരു വാക്കുപോലും സംസാരിക്കരുത്, ബോധം നഷ്ടപ്പെട്ടവനായി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, ഏത് നിമിഷത്തിലും അവനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അങ്ങനെയുള്ള നിമിഷത്തിൽ ICUവിൽ എല്ലാ ഡോക്ടേഴ്സും എല്ലാ നഴ്സസും ചുറ്റും നിൽക്കുമ്പോൾ ഈ അമ്മ പറഞ്ഞു, അവനെ എനിക്ക് ഒരു നോക്ക് കാണും, അവനെ ഞാൻ എത്ര സ്നേഹിച്ച എന്റെ ഏക മകൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഒരു നോക്ക് എനിക്ക് കാണണം. ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ചെയ്തു, അന്ന് ഒരു വാക്കുപോലും സംസാരിക്കാതെ അവന്റെ അരികിൽ അല്പസമയം നിന്നൊന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അമ്മ വേദനയോടെ തന്റെ കരം നെറ്റിമേൽ സ്പർശിച്ചു. കണ്ണടച്ചു കിടക്കുന്ന അബോധാവസ്ഥയിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവൻ, ആ പ്രിയ മകൻ പെട്ടെന്ന് പറഞ്ഞു, മാം when did you come? കാര്യം ഓർപ്പിക്കാം, അതേ സ്പർശനം അന്ന് രാവിലെ മുതൽ നേഴ്സുമാര് പലര് അവനെ തൊട്ടു, ഡോക്ടേഴ്സ് പലരും അവനെ സ്പർശിച്ചു. അവനൊരു കാര്യം മനസ്സിലായി, വാസ്തവത്തിൽ അവന്റെ അമ്മ അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് അമ്മയുടെ കരം അവന്റെ നെറ്റിമേൽ സ്പർശിച്ചപ്പോൾ അബോധാവസ്ഥയിലായിരുന്ന
അർദ്ധ അബോധാവസ്ഥയിലായിരുന്ന ആ പ്രിയ പൈതൽ പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ എപ്പോൾ വന്നു? കണ്ണു തുറന്നില്ല, കാണുവാൻ കഴിഞ്ഞില്ല. ആ സ്പർശനം അവന് മനസ്സിലായെങ്കിൽ ഏത് സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശു നിന്നെ ഒന്ന് സ്പർശിക്കുവാൻ ഏത് സന്ധ്യാസമയം നീ ആഗ്രഹിച്ചാൽ, യേശുവിന്റെ ഒരു സ്പർശനം നിന്റെ ജീവിതത്തിൽ ഒന്ന് ലഭിച്ചാൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു വിടുതല വാസ്തവമായി ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിന്റെ ഒരു സ്പർശനത്തിന് മുമ്പിൽ ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതല അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അവിടുന്ന് എന്നെ ഒന്ന് തൊടണമേ, അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്, അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, യേശു നിന്നെ ഒന്ന് സ്പർശിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ്. യേശു നിന്റെ തലമുറയെ ഒന്ന് തൊട്ടാൽ, നിന്റെ കുഞ്ഞിനെ എന്റെ യേശു ഒന്ന് തൊട്ടാൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശു നിന്റെ ഭവനത്തില്, യേശു നിന്റെ ജീവിതത്തില്, യേശുവേ എന്നെ ഒന്ന് തൊടണമേ. ഒരു നിമിഷം നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ മാറ്റുക. എന്റെ കർത്താവിന് ഒരു സ്പർശനം ആവശ്യമാണ്. എത്ര പേർ ആവശ്യബോധത്തോടെ ആഗ്രഹിക്കുന്നവരെ ഇന്ന് സന്ധ്യാസമേ എന്റെ കർത്താവ് തൊടുക ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവേ അവിടുന്ന് എന്നെ ഒന്ന് തൊടണമേ. അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്, അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. ഞാൻ വളരെ ഭാരത്തോടെ ഇന്ന് സന്ധ്യാസമയം കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോ വേദന മാറിയവനായി മടങ്ങുക, ഭാരം മാറിയവനായി മടങ്ങുക. ഇന്ന് സന്ധ്യാസമയം ദൈവത്തിന്റെ സ്പർശനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്, ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്, എന്റെ കർത്താവേ അവിടുന്ന് എന്നെ ഒന്ന് തൊടണമേ, അവിടുന്ന് എന്നെ ഒന്ന് തൊടണമേ. വാസ്തവമായി നീ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ വലിയ സ്പർശനം ഇന്ന് സന്ധ്യാസമയം നിന്റെ ജീവിതത്തിൽ ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ഇന്ന് സന്ധ്യാസമയം നിന്നെ ഒന്ന് തൊടുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം നിന്നെ ഒന്ന് തൊടുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് വാസ്തവമായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ വാക്ക് പ്രാർത്ഥനാ വാചകത്തിൽ എവിടെ ഓർപ്പിച്ചത് ഞാനിങ്ങനെ ഓർക്കുന്നു. ശതാധിപൻ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ ബാല്യക്കാരൻ സൗഖ്യമില്ലാതെയായിരിക്കുകയാണ്, പക്ഷപാത രോഗം പിടിച്ച് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മരിക്കുവാൻ പോവുകയാണ്, ഈ ഒരു വാക്ക് കൽപ്പിക്കണം. കർത്താവ് പെട്ടെന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം. പെട്ടെന്ന് ഈ ശതാധിപൻ പറഞ്ഞ, കർത്താവേ നീ എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രമല്ല, ഈ ഒരു വാക്ക് എന്റെ കർത്താവിന്റെ ഒരു വാക്ക് മതി. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചിലരോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും, അവിടെ വരുവാൻ പറഞ്ഞാൽ വരും. 100 പേർക്ക് അധിപതിയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനെയെങ്കിൽ സകല ലോകത്തിന്റെയും സകല സൃഷ്ടിയുടെയും അഖിലാണ്ടത്തിന്റെയും അധിപനായ ഈ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു, പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിച്ചു. യേശു പറഞ്ഞാൽ സൗഖ്യമായിരുന്നു, നീ സമാധാനത്തോടെ പോകുവാൻ പറഞ്ഞു. ചിന്തിപ്പിച്ച ഒരു വിഷയം ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് അവന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവന്റെ ഭവനം അവിടെ നിന്ന് ഏതാണ്ട് ഒരു ദിവസം വഴി ദൂരമുള്ള അവന്റെ ഭവനത്തിൽ, മറ്റേ ഭവനത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ മറ്റേ സൗകര്യങ്ങളോ ടെലിഫോൺ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അക്കാലങ്ങളില്ല. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് അവനെ ഏറ്റവും ചിന്തിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഒരു വ്യക്തി ഓടി വരുന്നു, ഈ ഭവനത്തിൽ നിന്ന് ഓടി വരികയാണ്. അവൻ പെട്ടെന്ന് പറഞ്ഞു, ശതാധിപനോട് പറഞ്ഞു, ബാല്യക്കാരൻ സൗഖ്യമായി എന്ന് പറഞ്ഞു. സൗഖ്യമായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശതാധിപൻ ചോദിച്ചത്, അതെപ്പോഴാണ് സൗഖ്യമായത്, എപ്പോഴാണ് സൗഖ്യമായെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞത്, അത് ഇന്നലെ വൈകിട്ട് 6 മണിക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ ശതാധിപൻ അവിടുന്ന് തുള്ളിച്ചാടി. കാരണം എന്റെ കർത്താവ് എന്നോട് ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് പറഞ്ഞത്, നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിട്ടെന്ന് പറഞ്ഞത്.
ഞാനൊരു കാര്യം ഓർമ്മിക്കാം, യേശുവിന്റെ വാക്കിന്റെ ശക്തി ഏത് സത്യാസമയ ദൈവത്തിന് ഞാൻ ഓർമ്മിക്കട്ടെ. നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച, നിനക്ക് വേണ്ടി ഒരു വാക്ക് കർത്താവ് കൽപ്പിച്ച, അതിന്മേലൊരു വിടുതലാണ്. ഇത് സത്യാസമയെ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം അനുഭവിക്കണമെങ്കിൽ യേശുവിനോട് ഹൃദയം തുറന്നു പറയുക. ദൈവമേ, എന്നെ ഒന്ന് തൊഴണമേ, അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണമേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണമേ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണം. ഏത് സന്യാസമേ ആത്മാർത്ഥമായി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കുക. അവിടുന്ന് എന്നെ ഒന്ന് തൊടുക. അവിടുത്തെ ഒരു സ്പർശനം എനിക്ക് ആവശ്യമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം പറയുക, കർത്താവേ, എന്നെ ഒന്ന് തൊടണം. അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. അവിടുത്തെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. ഇത്ര നല്ലൊരു കർത്താവ്, ഭാരം ചുമക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് എഴുന്നേൽക്കാം. ഇത്ര നല്ല വേദന പ്രിയനേ